ഇപ്പോൾ ഇടിച്ചക്ക ഒരുപാട് കിട്ടുന്ന സമയമാണല്ലേ. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക കൊണ്ട് നല്ലൊരു തോരൻ വയ്ക്കാം. ആദ്യം ചക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കറ കാണും കേട്ടോ ഇടിച്ചക്കയിൽ. അപ്പോൾ കയ്യിലും കത്തിയിലും ഒക്കെ കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ട് ഇതുപോലൊന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അധികം കറയാവാതെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കഴുകിയും കൂടി എടുത്തിട്ട് നേരെ അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റൊക്കെ ആവി കയറ്റി എടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടും. വെന്ത ഇടിച്ചക്ക നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി തോരന് വേണ്ടുന്ന അരപ്പൊന്ന് ചതച്ചെടുക്കാം. കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ജീരകം, മുഴുവനായിട്ടുള്ള കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം. പച്ചമുളകിന് പകരം കാന്താരി ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചൂടാറിയ ഇടിച്ചക്കയില്ലേ അതുകൂടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അരഞ്ഞു പോകരുത്. കുറച്ചായിട്ടിട്ട് ക്രഷ് ചെയ്തങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇനി തോര റെഡിയാക്കി എടുക്കാം. ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുന്നുപരിപ്പും കടുക് ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പിട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇളക്കി പച്ചച്ചോവ് മാറിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചക്ക ക്രഷ് ചെയ്ത് വെച്ചിട്ട് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇടിച്ചക്ക തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നല്ല ചൂട് ചോറിലേക്ക് മുളകരച്ച മീൻകറിയും ഈ ഇടിച്ചക്ക തോരനും ഒക്കെ കൂട്ടി കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചവർക്കറിയാം ഇതിൻ്റെ രുചി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.